നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. അല്ലടോ, ഇഷാൻ കിഷൻ എങ്ങനെയാണ് ഔട്ടായത്? തമ്പുരാൻ അറിയാം. ഇഷാൻ കിഷന് പോലും അതറിയില്ലെന്ന് തോന്നുന്നു. കാരണം പിന്നീട് നമ്മൾ അദ്ദേഹത്തെ കണ്ടല്ലോ, ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ തലയിളക്കുന്ന ഇഷാൻ കിഷൻ. എന്താണ് സംഭവിച്ചത്? ദീപക് ചാഹറിൻ്റെ ആ പന്ത് ലെഗ് സൈഡിലേക്ക് പോകുന്നു. അമ്പയർ കൺഫ്യൂഷനിലാണ്. അമ്പയർ അത് ഔട്ട് വിളിച്ച് രൂപം കണ്ടില്ല നിങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ട്. പിന്നെ അപ്പോൾ ദീപക് ചാഹർ അപ്പീലും ചെയ്തില്ല. തിരിച്ചു പോകാൻ നിൽക്കവെയാണ് അമ്പയറുടെ കൈവിരൽ വരുന്നത് കാണുന്നത്. അമ്പയർ അങ്ങനെ ചെയ്യാൻ കാരണമുണ്ട്. അമ്പയർ ഇനീഷ്യലി വൈഡ് എന്നാണ് വിചാരിക്കുന്നത്. അമ്പയർ അങ്ങനെ ചെയ്യാൻ കാരണം ഇഷാൻ കിഷൻ വാക്ക് ഓഫ് നടത്തി തിരിച്ചു നടക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ ഔട്ട് വിളിക്കുകയാണ്. കമൻറ്റേറ്റേഴ്സ് ആദ്യം ലിറ്റിൽ ബിറ്റ് ഗ്ലൗ എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അൾട്രാഡ്ജ് കാണിക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വലിയ രൂപത്തിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. 4 പന്തുകൾ നേരിട്ട് 1 റൺസുമായിട്ട് ദീപക് ചാഹർ റിയാൻ റിക്കിൾട്ടൺ പിടിച്ച് പുറത്തായി എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള ഭാഷ്യം. അത് എങ്ങനെയാണ് അത് ഔട്ടാകുക എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തുകളി വിവാദം ഉയർത്തുന്നവരുമുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഇത് തമാശയായിട്ട് ഇതിനെ ട്രോളുന്നവരുണ്ട്. അതായത് ഇഷാൻ കിഷൻ മുംബൈ ഇന്ത്യൻസ് ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് അവരുടെ ടീമിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇങ്ങനെ ആഘോഷിക്കുന്നു, ചാടിക്കളിക്കുന്നു എന്നൊക്കെ തരത്തിലൊക്കെ അത് തമാശ എൻ്റർടൈൻമെൻറ്റ് രൂപത്തിൽ ഇറക്കുന്നത്. പക്ഷേ ഇതിൽ ചോദ്യങ്ങൾ നിരവധിയാണ്. ഒരു ബാറ്റർക്ക് അയാളുടെ ഗ്ലൗവിലോ ബാറ്റിലോ ബോൾ ഉരഞ്ഞാൽ അതെന്തായാലും അറിയും. അതെന്തായാലും അറിയുമെന്നേ. ഇപ്പം ബാറ്റിൽ കൊണ്ടത് കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുക അല്ല, കൊള്ളാത്തത് കൊണ്ടു എന്ന് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് വേണ്ട, IPL വേണ്ട, നമ്മുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഉണ്ടല്ലോ, കണ്ടത്ത് നമ്മൾ കളിക്കുന്ന അവിടെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കയറി പോകാറുണ്ട്? അപ്പോഴാണ് ഒരു പ്രൊഫഷണൽ ഗെയിമിൽ ബാറ്റിൽ ടച്ച് ഇല്ലാത്തത് ഔട്ടാണെന്ന് പറഞ്ഞുകൊണ്ടൊരു ബാറ്റർ കടന്നു പോകുന്നത്. ഇതിനെക്കുറിച്ച് വലിയ രൂപത്തിലുള്ള തർക്കങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഹർഷ ബോഗ്ലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ച് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഹർഷ ബോഗ്ലെയുടെ ആ കുറിപ്പ് ഇങ്ങനെയാണ്: യു തിങ്ക് യു ഹാവ് സീൻ ഇറ്റ് ഓൾ ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് ആൻഡ് യെറ്റ് ഐ മസ്റ്റ് അഡ്മിറ്റ് ദി ഇഷാൻ കിഷൻ ഡിസ്മിസൽ ലീവ്സ് മീ പെർപ്ലെക്സ്ഡ്. ഇഷാൻ കിഷൻ്റെ പുറത്താവൽ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ വേറെ ചില ആളുകൾ ഇതിനെ ഫിക്സിംഗ് ആയിട്ട് പറയുന്നവരുണ്ട്. അതായത് അമ്പയർ ഔട്ട് ഉയർത്തുന്ന ആ വിരലുയർത്തുന്ന രംഗം കാണിച്ചുകൊണ്ട് ആ മൊമെൻ്റാണ് ഇഷാൻ കിഷനും അമ്പയറും ആ സ്ക്രിപ്റ്റ് ഓർമ്മിച്ചത്. മുംബൈ പ്ലേയേഴ്സ് അത് മറന്നുപോയി, അതുകൊണ്ടാണ് അവർ അപ്പീൽ ചെയ്യാത്തത് കായോസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നവരുണ്ട്. മറ്റൊരാളുടെ പോസ്റ്റ് എക്സിലെ പോസ്റ്റാണ്, വൺസ് എ ഫിക്സർ ഓൾവേസ് എ ഫിക്സർ എന്ന് പറഞ്ഞുകൊണ്ട് നോ ബാറ്റ് ആൻഡ് നോ ഗ്ലൗസ് ഇൻവോൾവ്, നോട്ട് ഈവൻ അപ്പീൽ ഫ്രം മുംബൈ ഇന്ത്യൻസ് ആൻഡ് ഇഷാൻ കിഷൻ വാക്ക്ഡ് ഔട്ട്. ലുക്ക് അറ്റ് അമ്പയർ. അമ്പയറുടെ ആ രംഗം ശരിക്കും കോമഡി എന്ന് എനിക്ക് തോന്നുന്നില്ലേ? മാച്ച് ഫിക്സഡ്, ദാറ്റ്സ് മൈ ട്വീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആളുടെ കമൻറ്റ്. അതേസമയം സുശാന്ത് മെഹ്ത പറയുന്നത് എൻക്വയറി ആവശ്യമാണ്. ഇഷാൻ കിഷൻ്റെ ഡിസ്മിസലിൽ എൻക്വയറി ആവശ്യമാണ്. അദ്ദേഹം വാക്ക് ഓഫ് ചെയ്യുന്നു, റിവ്യൂ എടുക്കുന്നില്ല. റിവ്യൂ എടുക്കാൻ അമ്പയർ ഔട്ട് കൊടുത്തിട്ടില്ലല്ലോ, അതിനു മുമ്പേ വാക്ക് ഓഫ് നടത്തുന്നു. Umpire seemed keen to signal out without an appeal from bowler or keeper. Delivery was wide, baffling എന്ന് പറഞ്ഞുകൊണ്ട് സുശാന്ത് മെഹ്ത അവിടെ ഒരു എൻക്വയറി തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം മറ്റൊരു സുഹൃത്ത് ഹോംലാൻഡർ രാജ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇഷാൻ കിഷൻ ഇങ്ങനെ തലയിളക്കുന്നുണ്ടല്ലോ ആ ഒരു ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട്. അപ്പോൾ അതിൽ അർത്ഥം വളരെ വ്യക്തമാണ്. ഇഷാൻ കിഷൻ റിഗ്രറ്റ് ചെയ്യുന്നു തൻ്റെ തെറ്റിൽ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം കരയുന്നുണ്ടാകും, സങ്കടപ്പെടുന്നുണ്ടാവും. SRH മൊത്തം പരാജയപ്പെടുന്ന സ്ഥിതിയുണ്ടായി. സോ ഒരാളെ മാത്രം നമ്മൾ ട്രോൾ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഹ്യൂമൻ മേക്സ് മിസ്റ്റേക്സ് എന്നുള്ളത് നമ്മൾ ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരുമുണ്ട്. എന്തായാലും ഈ മാച്ച് ടോട്ടലി ഫിക്സ്ഡ് ആണ് എന്ന് കരുതുന്നു എന്ന തരത്തിൽ പല ആളുകളുടെയും കമൻറ്റുകളും പോസ്റ്റുകളും വരുന്നു. ടെറിബിൾ ആക്ടിംഗ് ബൈ ഇഷാൻ കിഷൻ, ദി അമ്പയർ ആൻഡ് സം MI പ്ലേയേഴ്സ്, നോട്ട് ഈവൻ ട്രെയിൻ ടു ഹൈഡ് ഇറ്റ് എനിമോർ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ഒത്തുകളി വിവാദം ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇഷാൻ കിഷൻ യഥാർത്ഥത്തിൽ ഔട്ടായിരുന്നില്ല. അദ്ദേഹം പിന്നെ എങ്ങനെയാണ് കയറിപ്പോയത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.